കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ സാധിക്കുന്ന വസ്ത്രധാരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് വൈസ് ചാൻസലർക്ക് നൽകിയ കത്തിൽ തീരുമാനമായില്ല. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജിൽ പൂർണ്ണമായും മുഖം മറച്ച് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളോട് കോളേജിൽ നിഖാബ് അനുവദിക്കില്ലെന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിന്റെ നടപടി വിവാദമായതോടെയാണ് എ കെ അനുരാജ് വൈസ് ചാൻസലർക്ക് കത്തെഴുതിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷാ കേന്ദ്രമായ തിരൂരങ്ങാടി PSMO കോളേജിൽ കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ് 35 വിദ്യാർത്ഥിനികൾ പൂർണ്ണമായി മുഖം മറച്ച് പരീക്ഷ എഴുതാനെത്തിയത്. കോളേജ് മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം പൂർണ്ണമായും മുഖം മറച്ച് ആളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണം PSMO കോളേജിൽ അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ അസീസ് അറിയിച്ചു. ഈ നടപടി സുന്നി മുസ്ലിം സംഘടനകൾ വലിയ വിവാദമാക്കിയ സാഹചര്യത്തിലാണ് പ്രിൻസിപ്പാളിനെ സന്ദർശിച്ച സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയത്. പ്രിൻസിപ്പാളും വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയതായാണ് വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയുടെ നിരീക്ഷക സംഘം PSMO കോളേജിൽ സന്ദർശനം നടത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ആഴ്ചകൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ബിരുദദാന ചടങ്ങിലും പല വിദ്യാർത്ഥികളും മുഖം പൂർണ്ണമായും മറച്ചാണെത്തിയതെന്ന് ആരോപണമുണ്ട്. ഇതേ ആവശ്യം ഉന്നയിച്ചിട്ട് PSMO കോളേജ് പ്രിൻസിപ്പലും വൈസ് ചാൻസലർക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും പരീക്ഷ എഴുതാൻ ഇതേ രീതിയിൽ വന്ന വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അധ്യാപകരുടെ പരിശോധക സംഘം കണ്ടതായും മനസ്സിലാക്കുന്നു. മറ്റൊരു സംഗതി ഉണ്ടായത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ നടന്ന ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുത്ത ചില വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ മുഖം മറച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിച്ച് വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ രീതിയിൽ യഥാർത്ഥ വിദ്യാർത്ഥിയാണോ പരീക്ഷ എഴുതുന്നത്, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഡ്രസ് കോഡ്, ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിയാനുള്ള സംവിധാനമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്ന ഒരു നിബന്ധന മാത്രമേ ആവശ്യമുള്ളൂ. ആൾമാറാട്ട സാധ്യത കൂടുതലുള്ളതിനാലാണ് മുഖം പൂർണ്ണമായും മറക്കുന്ന വസ്ത്രം കോളേജിൽ അനുവദിക്കില്ലെന്ന് പറയുന്നതെന്നും പർദ്ദയോ ഹിജാബോ ധരിക്കുന്നതിന് തടസ്സമൊന്നും ഇല്ലെന്നുമാണ് PSMO കോളേജിന്റെ വാദം. പരീക്ഷയും അനുബന്ധ കാര്യങ്ങളും സുഗമമായി നടക്കാൻ അത്തരം നടപടികൾ കൈക്കൊള്ളണമെന്ന് എ കെ അനുരാജും ആവശ്യപ്പെടുന്നു. തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി കീഴിലാണ് പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് പ്രവർത്തിക്കുന്നത്. ജനം, കോഴിക്കോട്.